എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുടിച്ചായ. ഇത് നമ്മുടെ നേഴ്സറിയിലുള്ള മാവിൻ്റെ തൈകളാണ്. ഇത് ശരിക്ക് ചന്ദ്രക്കാരൻ മാവാണ്. ചന്ദ്രക്കാരൻ മാവ് രണ്ടെണ്ണം നിന്നിട്ട് ഞാനത് ഇലയും കൊഴിഞ്ഞ് നിന്നിട്ട് അതായത് നമ്മുടെ സുഹൃത്ത് വന്നപ്പോൾ ഞാൻ 2 മൽഗോവ മാവിൻ്റെ ഏറം കൊണ്ടുവന്നിട്ട് ബഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കൊരു വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. ഈ മാവ് നിന്ന് കഴിഞ്ഞാൽ 2 ഐറ്റം മാവിൻ്റെ ഏരം ഇതിൽ ബഡ് ചെയ്തതാണ്. അത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിയാണ് വന്ന് ചെയ്തത്. പക്ഷേ കണ്ണ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കെട്ടഴിച്ച് വിട്ടതേ ഉള്ളൂ. പിടിച്ചിനി ഇത് കട്ട് ചെയ്ത് വെട്ടിവിടണം. വെട്ടിവിട്ടാൽ 2 സൈസ് മാങ്ങ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാവിൻ്റെ തൈകൾ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ അറിയാവുന്ന ആളെ വിളിച്ചിട്ട് നല്ല മാവിൻ്റെ കൊമ്പെടുത്തിട്ട് ബഡ് ചെയ്യാവുന്നതാണ്. കാരണം ഇതുകൊണ്ടൊന്ന് നമുക്ക് ഏത് മാവാണ് ചന്ദ്രക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാളും നല്ല ഒരു മാവിൻ്റെ അറിയാവുന്ന ഒരു മാവിൻ്റെയോ ഒരേരം കൊണ്ടൊന്ന് ബഡ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. എൻ്റെ വീട്ടിൽ നിന്നിപ്പോൾ വലിയൊരു മാവ്, അത് ഞാനിപ്പം മണ്ട തൊട്ട് അത് കുറേ വർഷങ്ങളായി. അതിൽ 2-3 മാങ്ങ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു 1.5 കിലോക്ക് തൂക്കം വരുന്നൊരു മാങ്ങ ഉണ്ടാകുന്നത്. പക്ഷേ അത് വലുതായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പൊട്ടൽ വന്നിട്ട് സ്കിന്നിന് കട്ടി കുറവാണ്, കേടായി പോവും. അത് കാരണം അറിയാവുന്ന ഒരു മാവിൻ്റെ കൊമ്പ് ബഡ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അത് കാരണം ഞാൻ അതിന് വേണ്ടി ബഡ് ചെയ്തതാണ്. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ മാന്തൈകളൊക്കെ നിൽപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാവ് മേടിച്ചിട്ട് അറിയാവുന്ന വീട്ടിലൊക്കെ നല്ല മാവ്, പഴയ മാവൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പെടുത്ത് ബഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നല്ല മാങ്ങാപ്പഴം കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാത്തിരിക്കുക.